ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എ പ്ലസ് ട്യൂഷൻ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 2ന്റെ റിവിഷൻ ആണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കൊണ്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. അപ്പോൾ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ആദ്യം അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ആൽക്കെയിൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കൈൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? സി സിംഗിൾ ബോണ്ട് സി, ഒരു സിംഗിൾ ബോണ്ട് വരുന്ന കാർബൺ ഏകബന്ധനം സി സിംഗിൾ ബോണ്ട് സി വരുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. അപ്പോ അതിനൊരു എക്സാമ്പിൾ എന്താണ്? അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? CH3, CH2, CH3. ഇതൊരു ആൽക്കെയിൻ ആണ്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ സിംഗിൾ ബോണ്ട് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽക്കെയിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പൊതുവെ അവർക്ക് നമുക്കൊരു ജനറൽ ഫോർമുലയിൽ നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് എഴുതുക? ആ ഒരു ഇക്വേഷൻ ആണ് CnH2n+2. ഇവരുടെ ഒരു കെമിക്കൽ ഫോർമുല ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? CnH2n+2 എന്ന് എഴുതാൻ പറ്റും. അപ്പോ ഫോർ എക്സാമ്പിൾ കാർബണിന് 5 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റം വേണം? 2n. അതിന്റെ ഇരട്ടി ഹൈഡ്രജൻ ആറ്റം വേണം +2. അപ്പൊ 5 കാർബൺ ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയായി? 10ആയി. +2 എന്ന് പറയുമ്പോൾ 12. അപ്പൊ C5H12 ആയിരിക്കും എന്തെന്ന് ഒരു ആൽക്കെയിൻ നമ്മൾ ഇങ്ങനെയായിരിക്കും എഴുതുന്നത്. അതുപോലെ അതിന്റെ ഒരു മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. C6 ആണെങ്കിൽ എന്തായിരിക്കും? H14. അങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ആൽക്കെയിൻസ് എഴുതുന്നത്. അതുപോലെ ആൽക്കീൻ, അടുത്തതാണ് ആൽക്കീൻസ്. ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? സി ഡബിൾ ബോണ്ട് സി. എന്തുണ്ടാവും? അതിന് ഡബിൾ ബോണ്ട് ഉണ്ടാവും. ദ്വിബന്ധനം വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽക്കീൻസ് എന്ന് പറയുന്നത്. അപ്പോ ആൽക്കീൻസിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയായിരിക്കും? ഒരു ജനറൽ ഫോർമുല ആയിട്ട് നമുക്ക് എന്ത് പറയാം? CnH2n എന്ന് പറയാം. അപ്പോ ഇതെന്തായിരിക്കും? C5 ആണെങ്കിൽ H എത്ര ഉണ്ടാവും? H10 ആയിരിക്കും. C5 ആണെങ്കിൽ H10 ആയിരിക്കും. C6 ആണെങ്കിൽ H12 ആയിരിക്കും. അങ്ങനെയായിരിക്കും എന്ത് വരുന്നത്? ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അടുത്തതാണ് ആൽക്കൈൻസ്. ആൽക്കൈൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സിംഗിൾ ബോണ്ട് പഠിച്ചു, ഡബിൾ ബോണ്ട് പഠിച്ചു. അപ്പൊ ആൽക്കൈൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? C ട്രിപ്പിൾ ബോണ്ട് സി. ത്രിബന്ധനം ട്രിപ്പിൾ ബോണ്ട് വരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൽക്കൈൻസ് എന്ന് പറയാം. അപ്പോ അതിന്റെ ജനറൽ ഫോർമുല എങ്ങനെ എഴുതാം? നമുക്ക് CnH2n-2 എന്ന് എഴുതാം. CnH2n-2 എന്ന് വെച്ചാല് 5 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹൈഡ്രജൻ എത്ര വരും? 2n. അപ്പൊ 10 -2 എന്ന് പറയുമ്പോൾ 8. 5 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ 8 ഹൈഡ്രജൻ ആയിരിക്കും അതിലുണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽക്കൈൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ആൽക്കൈൻസ് എന്ന് പറഞ്ഞാല് സിംഗിൾ ബോണ്ട് വരുന്നതാണ്. ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും. ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. അപ്പൊ അതിന്റെ ജനറൽ ഫോർമുല കൂടി ഓർത്തു വെക്കുക. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി നമുക്ക് IUPAC നാമകരണം പഠിക്കാം. അപ്പൊ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ്, എങ്ങനെയാണ് നമ്മൾ ഒരു ആൽക്കെയിനെ നെയിം ചെയ്യുന്നത്? അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ അതിന്റെ മെയിൻ ചെയിൻ, അതിന്റെ പ്രധാന ചെയിൻ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രധാന ചെയിൻ ഏതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോ പ്രധാന ചെയിൻ എങ്ങനെയാ നമ്മൾ നോക്കാം? അപ്പൊ ഇവിടെ നോക്കിക്കോ. ഇവിടെ ഇപ്പൊ എല്ലാ രീതിയിലും നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കണം. പ്രധാന ചെയിൻ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉള്ള ചെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രധാന ചെയിൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എന്ത് ചെയ്യണം? ഇങ്ങനെ നോക്കുമ്പോൾ 1 2 3 4 4 കാർബൺ ആറ്റം ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ 1 2 3 4. ഇങ്ങനെ നോക്കുമ്പോൾ 4 ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ 1 2 3. ഇങ്ങനെ നോക്കുമ്പോൾ 3 കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം വരുന്ന ചെയിൻ ആണല്ലോ പ്രധാന ചെയിൻ. അപ്പൊ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ ഒരു സ്ട്രെയിറ്റ് ചെയിൻ തന്നെ ഇവിടെ പ്രധാന ചെയിൻ ആയിട്ട് എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാന ചെയിൻ എന്ന് പറയുന്നത്. ഇനി
അതിന്റെ വരുന്ന ശാഖകൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതിന് മുകളിലേക്കോ താഴേക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, ശാഖകൾ അല്ലെങ്കിൽ ബ്രാഞ്ച് എന്ന് പറയാം. ഇത് നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, CH3 CH2 CH3 ഇവിടെ എന്തുണ്ട്, CH2 CH3 ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇവിടെ ഇപ്പോ നമ്മള് ഈ സ്ട്രെയിറ്റ് ചെയിൻ അല്ല മെയിൻ ചെയിൻ ആയിട്ട് എടുത്തത്. കാരണം എന്താ, അങ്ങനെ നോക്കുമ്പോൾ 1 2 3 4 4 കാർബൺ ആറ്റം ആണ് ഉള്ളത്. ഇങ്ങനെ നോക്കുമ്പോഴോ 1 2 3 4 5. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ ഈ ഒരു രീതിക്ക് നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 5 കാർബൺ ആറ്റം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പ്രധാന ചെയിൻ മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ രീതിക്കും നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കാം, ഏതിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ളത് അതാണ് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് നോക്കാം, ഇങ്ങനെ നോക്കാം, എങ്ങനെ നോക്കിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം കിട്ടണം. അതാണ് എന്തെന്ന് നമ്മുടെ പ്രധാന ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ഇത് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാൻ പറ്റൂല, കാരണം അവിടെ 4 കാർബൺ ആറ്റം ഇല്ലു. ഇങ്ങനെ നോക്കുമ്പോ ആണെങ്കിൽ നമുക്ക് എത്രയുണ്ട്, 5 എണ്ണം കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബ്രാഞ്ച് വരുന്നത് ഈ ഒരു CH3 ആണ്. അപ്പൊ ഇങ്ങനെ പ്രധാന ചെയിൻ നോക്കുക, ബ്രാഞ്ചസ് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യാ, അതിന് നമ്പർ ചെയ്യുക. രണ്ടാമത് ആദ്യം മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന് എന്ത് ചെയ്യണം, ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്മൾ അതിനെ നമ്പർ ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യുന്നത്, നമ്പർ ചെയ്തിട്ട് ബ്രാഞ്ചിന് ശാഖക്ക് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്നതാണ് എന്തെന്ന്, നമ്മുടെ ചെറിയ നമ്പർ കിട്ടുന്ന ആ നമ്പറാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ ഇതിന് നമ്മൾ നെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് എഴുതാം, 1 ഇതിനെ നമ്പർ ചെയ്യാം, 2 3 4 5 ഇങ്ങനെ നമ്പർ ചെയ്താലും 1 2 3 ഇവിടെ 3 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരും ഇവിടെ, നെയിം. ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. ആദ്യം നമ്മൾ എന്ത് എഴുതണം, ആദ്യം നമ്മൾ നമ്പർ എഴുതണം 3, പിന്നെ എന്ത് ചെയ്യണം, ഈ ബ്രാഞ്ച് CH3 എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ പേര് എഴുതണം. അതെന്താണ്, 3 മീഥൈൽ, പിന്നെ മൊത്തത്തിൽ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് അതിന്റെ ആ ആൽക്കൈന്റെ പേര് എഴുതണം. 1 2 3 4 5 ഇപ്പോൾ 5 കാർബൺ ആറ്റാണ് ഉള്ളത്, അതുകൊണ്ട് എന്ത് വരും, പെന്റെയിൻ വരും. 3 മീഥൈൽ പെന്റെയിൻ വരും. മീഥൈൽ പെന്റെയിൻ ആണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത നോക്കാം. ഓക്കെ, അപ്പോ ഇതില് നമ്മള് ബ്രാഞ്ചസിന് എങ്ങനെയാണ് നെയിം കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. CH3 ആണ് നമ്മുടെ ബ്രാഞ്ചിൽ ഉള്ളതെങ്കിൽ നമ്മൾ അതിന് എന്ത് നെയിം ചെയ്യും, മീഥൈൽ എന്ന് പറയും. CH3 ആണ് നമ്മുടെ ബ്രാഞ്ചിൽ വരുന്നതെങ്കിൽ നമ്മൾ അതിനെ മീഥൈൽ എന്ന് വിളിക്കും. CH3 CH2 ആണെങ്കിൽ നമ്മൾ അതിനെ ഈഥൈൽ എന്ന് വിളിക്കും. CH2 3 കാർബൺ ആറ്റങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, പ്രൊപ്പൈൽ എന്ന് വിളിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ചസിനെ നെയിം ചെയ്യുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു 3 മീഥൈൽ പെന്റെയിൻ. ആ മീഥൈൽ വന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ CH3 ആയിരുന്നു അവിടെ ഉണ്ടായത്. അതുകൊണ്ട് 3 മീഥൈൽ പെന്റെയിൻ ലാസ്റ്റ് എഴുതുന്നത് നമ്മളെ മെയിൻ ചെയിനിൽ എത്രയാണോ കാർബൺ ആറ്റം ഇല്ല അതാണ് നമ്മൾ ലാസ്റ്റ് എഴുതുന്നത്. പിന്നെ എന്താണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്, പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ പറ്റിയിട്ടാണ്. 5 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതെല്ലാണ്, ആൽക്കഹോൾസ് ഉണ്ട്, കാർബോക്സിൽ ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, സോറി ആൽക്കഹോൾസ് ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, ആൽഡിഹൈഡ് ഉണ്ട്, കീറ്റോൺസ് ഉണ്ട്, പിന്നെ ഹാലോ ഗ്രൂപ്പ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആൽക്കോക്സി ഗ്രൂപ്പ്സും ഉണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അത് എന്താന്ന് വെച്ചാൽ ഓരോന്നിന്റെയും ഫോർമുല എന്താണെന്ന് അറിയണം. ആൽക്കഹോളിന്റെ ഫോർമുല എന്താണ്, കാർബോക്സിലിക് ആസിഡ് ഏതാണ്, നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാല് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതുകൊണ്ട് ആ ഓരോന്നിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നതാണ് ഐസോമറിസം. അപ്പോൾ ഐസോമറിസം എത്ര തരത്തിലുണ്ട്, ചെയിൻ ഐസോമറിസം ഉണ്ട്, പൊസിഷൻ ഐസോമറിസം ഉണ്ട്, ഫങ്ഷണൽ ഐസോമറിസം ഉണ്ട്, മെറ്റാമറിസം ഉണ്ട്, പിന്നെന്താണ്, അത്ര ഐസോമറിസം ആണ് ഉള്ളത്. അതൊക്കെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഹൈഡ്രോക്സിൽ എന്ന് പറയുന്നത് എന്താണ്, ആൽക്കഹോൾസ്. അപ്പൊ ഹൈഡ്രോക്സിൽ എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് നമുക്കറിയാം. ഈ ഹൈഡ്രോക്സിൽ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഒരു കോമൺ നെയിം ആണ് ഇവിടെ എന്തെന്ന്, ആൽക്കഹോൾസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ആൽക്കോക്സൈഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഹൈഡ്രോക്സിന്റെ ആൽക്കഹോൾസ് ആണ് അറിയാം. അപ്പൊ ആൽക്കോക്സൈഡ് എന്തായിരിക്കും,
നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽക്കോക്സി എന്ന് പറയുന്നത് എന്താണ്? ഈതേഴ്സ് ആണ് അല്ലേ? ഈതേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് എല്ലാത്തിന്റെ കോമൺ നെയിമും അല്ലാണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരും അതിന്റെ കോമൺ നെയിം ഒക്കെ പഠിച്ചു വെക്കാം. ഹൈഡ്രോക്സിൽ എന്ന് പറയുന്ന ആൽക്കഹോൾസ് ആണ്, ആൽക്കോക്സി എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? ഈതേഴ്സ് ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്. ഇത് നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈവൻ നെയിം ചെയ്യാൻ പോലും പറ്റുള്ളൂ. കാരണം OH എന്നൊരു ക്വസ്റ്റ്യനിൽ കണ്ടാൽ അത് ഏതാണ്? ആൽക്കഹോൾ ആണോ, കാർബോക്സിലിക് ആസിഡ് ആണോ, ആൽഡിഹൈഡ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ ക്വസ്റ്റ്യൻ നമുക്ക് നെയിം ചെയ്യാൻ പറ്റൂലേ. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഇതിപ്പോ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. OH എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം OH എന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. COH എന്ന് പറയുന്നത് എന്താണ്? COH എന്ന് പറയുന്നത് കാർബോക്സിൽ ഗ്രൂപ്പ് ആണ്. കാർബോക്സിലിക് ആസിഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെത്തനോയിക് ആസിഡ്, പെന്റനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ COOH വരുന്നത് എന്താണ്? കാർബോക്സിൽ ഗ്രൂപ്പ്സ് ആണ്. OH എന്ന് വന്നാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, COH എന്ന് പറഞ്ഞാൽ കാർബോക്സിൽ ഗ്രൂപ്പ്. അടുത്ത CHO എന്ന് പറയുന്നത് എന്താണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് CHO എന്ന് പറയുന്നത്. CO എന്ന് പറയുന്നത് എന്താണ്? കീറ്റോ ഗ്രൂപ്പ് ആണ്. അത് മാറാൻ പാടില്ല. CHO ആണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? CO ആണ്. ഇനി OR എന്ന് പറയുന്നത് എന്താണ്? ആൽക്കോക്സി ഗ്രൂപ്പ്. ആദ്യം രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നടുക്ക് എന്തുണ്ടാവും? O ഉണ്ടാവും. അതാണ് എന്തെന്ന്? ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈതേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. OH എന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, COH എന്ന് പറയുന്ന കാർബോക്സിൽ ഗ്രൂപ്പ്, CHO എന്ന് പറയുന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്, CO കീറ്റോ ഗ്രൂപ്പ്, OR ആൽക്കോക്സി ഗ്രൂപ്പ്. ദ കാർബൺ സ്കെലിറ്റൺ ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ. ഒരു ജൈവ സംയുക്തത്തിന്റെ കാർബൺ ഘടന നൽകിയിരിക്കുന്നു. റൈറ്റ് ദ കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പോ ഈ ഒരു കാർബൺ സ്കെലിറ്റൺ ആണ് തന്നിട്ടുള്ളത്. അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ആണ് എഴുതാൻ വേണ്ടി പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ട്. താഴോട്ട് ഒരു ബ്രാഞ്ചും ഉണ്ട്. അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? കാർബൺ എന്ന് പറയുന്നതിന്റെ വാലൻസി എത്രയാണ്? കാർബൺ എന്ന് പറയുന്നതിന് 4 വാലൻസിയാണ് ഉള്ളത് അല്ലെ? കാർബൺ എന്ന് പറയുന്നതിന് 4 വാലൻസി ഉണ്ട്. അപ്പോ 4 ഹൈഡ്രജൻ. ഇപ്പൊ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റം? 4 ഹൈഡ്രജൻ ആറ്റം വരും കാർബണിന്. 4 ഹൈഡ്രജൻ ആറ്റമായിട്ട് അതിന് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. വേറെ ഏതെങ്കിലും ആറ്റം ആണെങ്കിൽ അങ്ങനെ. അപ്പൊ കാർബൺ എന്ന് പറയുന്നതിന്റെ വാലൻസി എത്രയാണ്? 4 ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾറെഡി കാർബണിന് ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ ബാക്കി എത്ര ഹൈഡ്രജൻ ഫില്ല് ചെയ്യാൻ പറ്റും നമുക്ക്? 3 ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3 എന്ന് വരും. ഇനി ഈ കാർബൺ നോക്കിക്കോ. ഈ ഒരു കാർബണിന് 1, 2, 3 3 ബോണ്ട് ഉണ്ട് ഇവിടെ. അപ്പൊ ഇനി എത്ര മാത്രമേ പറ്റൂലൂ അതിന്? ഒരു ഹൈഡ്രജൻ മാത്രമേ ഇതിന് ബോണ്ട് ചെയ്യാൻ പറ്റൂ. കാരണം 3 ഓൾറെഡി ഉണ്ടല്ലോ. ഇവിടെ ഒരു കാർബൺ ആയിട്ട് ബോണ്ട് ഉണ്ട്, ഇവിടെ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ പിന്നെ ഒരു ഹൈഡ്രജൻ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. ഇനി ഈ കാർബൺ നോക്കുകയാണെങ്കിൽ 1, 2 രണ്ട് ബോണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഹൈഡ്രജൻ ആഡ് ചെയ്യാം. ഈ കാർബണും അതേപോലെ 2 ബോണ്ട് ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യാം? 2 ഹൈഡ്രജൻ ആഡ് ചെയ്യാം. ഇവിടെയോ? ഇവിടെ ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം? 3 ഹൈഡ്രജൻ ആഡ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ വരും? CH3, CH, CH2, CH2, CH3 ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഇതിന്റെ ആൻസർ ഈ ഒരു മെയിൻ ചെയിൻ വരുന്നത്. ഇനി ഇവിടെ ഈ ഒരു കാർബണിന് എന്താണ്? ഇവിടെ ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോ എന്ത് വരും? ഇവിടെ എന്ത് വരും? ഒരു CH3 വരും. അപ്പൊ CH3, CH, CH2, CH2, CH3 ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഈ ഒരു കാർബൺ സ്കെലിറ്റൺ ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ സംയുക്തത്തിന്റെ പൂർണ്ണമായ ഘടനാവാക്യം നമ്മൾ എഴുതി. റൈറ്റ് ദ IUPAC നെയിം. ഇതിന്റെ IUPAC നെയിം എഴുതാനാണ് പറയുന്നത്. അപ്പോ IUPAC നെയിം എഴുതണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഒന്നും കൂടി എഴുതാം. CH3, CH, CH2, CH2, CH3 ഇവിടെ CH3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇതിന് ഇനി IUPAC നെയിം എഴുതാനാണ് പറയുന്നത്. അപ്പോ
നമ്മളെ മെയിൻ ചെയിൻ ഏതാ നോക്കണം അല്ലേ? 1, 2, 3, 4, 5 ഇങ്ങനെയാകുമ്പോ 5 കാർബൺ ആറ്റം ഉണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിലോ 1, 2, 3, 4, 5 ഇങ്ങനെ നോക്കുമ്പോഴും 5 കാർബൺ ആറ്റം തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് ഏതെടുക്കാം? ഇത് നമുക്ക് നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് നമ്പർ ചെയ്യാം അല്ലേ? 1, 2, 3, 4, 5 താഴ്ന്ന നമ്പർ ചെയ്യുമ്പോൾ 1, 2, 3, 4, 5 ഇങ്ങനെ നമ്പർ ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ബ്രാഞ്ച് വരുന്നതിന് ഏറ്റവും ചെറിയ നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് എപ്പോഴും ഓർക്കാം. നമ്മുടെ ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ ഏതിന് നെയിം ചെയ്യുമ്പോഴും നമ്മൾ ഈ ബ്രാഞ്ചിന് വരുന്നത് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ വരുന്നത് ആ നമ്പറാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ 4ഉം 2ഉം ഉണ്ട്. ഏതാണ് ചെറിയ നമ്പർ? 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെങ്ങനെ നെയിം ചെയ്യാം? 2 പിന്നെ ഈ ബ്രാഞ്ചിന്റെ പേരെന്താണ്? മീഥൈൽ 2 മീഥൈൽ 5 കാർബൺ ആറ്റാണ് മൊത്തത്തിൽ ഉള്ളത്. അപ്പൊ പെൻറ്റെയിൻ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെൻറ്റെയിൻ അങ്ങനെ ഓരോ കാർബൺ ആറ്റം വരുമ്പോൾ ഉള്ള വേർഡ് റൂട്ടും അതിന്റെ നെയിം ഒക്കെ ആൽക്കൈന്റെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ 5 കാർബൺ ആറ്റാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പെൻറ്റെയിൻ എന്ന് പറയാം. 2 മീഥൈൽ പെൻറ്റെയിൻ ഇങ്ങനെ എഴുതിയാൽ മതിയോ? ഇതിൽ എന്തും കൂടി വേണം? 2 കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ കൂടി ഇടണം. ഈ ഹൈഫൺ ഇമ്പോർട്ടന്റ് ആണ്. ഹൈഫൺ ഇട്ടിട്ടില്ലെങ്കിൽ എന്ത് കിട്ടൂല? മാർക്ക് കുറക്കും. അതുകൊണ്ട് 2 ഹൈഫൺ മീഥൈൽ പെൻറ്റെയിൻ ഇങ്ങനെ വേണം എഴുതാൻ. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ? ഏറ്റവും നീളം കൂടിയ കാർബൺ ശൃംഖലയിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട്? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ എന്ത് നോക്കണം? ഏറ്റവും നീളം കൂടിയ കാർബൺ ആറ്റം ഏതാന്ന് നോക്കണം അല്ലെ? അപ്പൊ ഇങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ നോക്കുമ്പോൾ 8 കാർബൺ ആറ്റം കിട്ടുന്നുണ്ട്. ഇനി ഇങ്ങനെ നോക്കിയാലോ 1, 2 ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 7 കിട്ടുന്നില്ല അല്ലേ? ഇങ്ങനെ പോയാലോ 1, 2, 3, 4, 5, 6 6 ഇല്ലു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏറ്റവും നീളം കൂടിയ കാർബൺ ആറ്റം അല്ലെങ്കിൽ കാർബൺ ചെയിൻ എന്ന് പറയുന്നത് ഏതാണ്? ഇത് തന്നെയാണ് ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? അതിന് നമ്പർ ചെയ്യണം. നിങ്ങൾ ചെയ്ത് നോക്കാം. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. പോസ് ചെയ്തിട്ട് ചെയ്യാം. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ നോക്കാം. അപ്പൊ എങ്ങനെ നമ്പർ ചെയ്യാ? 1, 2, 3, 4, 5, 6, 7, 8 ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോൾ 1, 2, 3, 4, 5 വരും. അപ്പൊ 4ഉം 5ഉം അപ്പൊ ഏതാണ് ഏറ്റവും ചെറിയ നമ്പർ? 4 ആണ് നമ്പർ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ? അപ്പൊ ഏറ്റവും നീളം കൂടിയ കാർബൺ ശൃംഖലയിൽ എത്ര കാർബൺ ആറ്റാണ് ഉള്ളത്? 8 കാർബൺ ആറ്റാണ് ഉള്ളത്. ഐഡന്റിഫൈ ദ ബ്രാഞ്ച്. ഈ ബ്രാഞ്ച് ഏതാണെന്നാ ചോദിക്കുന്നത്. ഈ ബ്രാഞ്ച് CH2 CH3 എന്ന് പറയുന്ന ഏത് ബ്രാഞ്ച് ആണ്? അത് ഏതാണ്? ഈഥൈൽ ഗ്രൂപ്പ് ആണ് അല്ലെ? ഈഥൈൽ ഗ്രൂപ്പ് ആണ്. CH2 CH3 എന്ന് പറയുന്നത് ഈഥൈൽ ഗ്രൂപ്പ് ആണ്. നമ്മൾ അതിപ്പോ ഡിസ്കസ് ചെയ്തു. ഐഡന്റിഫൈ ദ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ ആണ് ചോദിക്കുന്നത്. ബ്രാഞ്ചിന്റെ പൊസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ നമ്പർ എത്രയാണെന്നാ ഉള്ളത്. ഇപ്പൊ ഇവിടെ 4ഉം 5ഉം ഉണ്ട്. അപ്പൊ നമ്മൾ ഏതാ സെലക്ട് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ഏറ്റവും ചെറിയ നമ്പറാണ് നമ്മൾ ബ്രാഞ്ചിന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ചെറിയ നമ്പർ? 4. അപ്പോൾ നമ്മുടെ ബ്രാഞ്ചിന്റെ ശാഖയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? 4. ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുക. അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അതാണ് ബ്രാഞ്ചിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 4 ആണ് ആൻസർ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്. ഇനി ഇതിന്റെ IUPAC നെയിം എഴുതാനാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? നമ്പർ ചെയ്തു, ബ്രാഞ്ചിന്റെ സ്ഥാനം കിട്ടി. ഇപ്പൊ എന്ത് ചെയ്യണം? ആദ്യം പൊസിഷൻ എഴുതാം. ബ്രാഞ്ചിന്റെ 4, പിന്നെ നമ്മുടെ ശാഖയുടെ പേരെന്താണ് ഇവിടെ? ഈഥൈൽ ഗ്രൂപ്പ് ആണ് അല്ലേ അത്? അപ്പൊ 4 ഈഥൈൽ പിന്നെ 8 കാർബൺ ആറ്റം ഉള്ള ചെയിൻ ആണ് നമ്മുടെ. അപ്പൊ 8 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും അതിനെ? ഒക്ടെയിൻ എന്ന് വിളിക്കും. അത് പഠിച്ചു വെക്കണം. 10 വരെയുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. 4 ഈഥൈൽ ഒക്ടെയിൻ ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഇതിന്റെ നെയിം വരുന്നത്. അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ എണ്ണി നോക്കാം. ഇങ്ങനെയൊക്കെ എണ്ണി നോക്കാം. ഏതാണ് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം നമുക്ക് കിട്ടുന്നത് അതാണ് എന്തെന്ന് ഏറ്റവും നീളം കൂടിയ ചെയിൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ആ ഒരു ചെയിൻ ആണ് പ്രധാന ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആദ്യം എന്ത് എഴുതാം? നമ്മുടെ ബ്രാഞ്ചിന്റെ പൊസിഷൻ എഴുതാം, ഹൈഫൺ ഇടുക, എന്നിട്ട് എന്ത് എഴുതാം? ബ്രാഞ്ചിന്റെ പേര് എഴുതാം.
ഈഥൈൽ, എന്നിട്ട് നമ്മുടെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ആണോ ഉള്ളത് അത് എഴുതാം. ഒക്ടേൻ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇതിന് നെയിം ചെയ്യുന്നത്. അടുത്ത റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ്. ഇവിടെ കുറെ കോമ്പൗണ്ട്സ് ഉണ്ട്, ഇതിന്റെയൊക്കെ IUPAC നെയിം എഴുതാനാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CH3 CH2 CH CH3. ഇവിടെ ആരാണുള്ളത്? Cl, ക്ലോറിൻ ആണ് ഉള്ളത്. അപ്പോ ഈ ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയഡിൻ, ഇതിനെയൊക്കെ എന്താ വിളിക്കുന്നത് നമ്മള്? ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയഡിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? ഹാലോ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? ഹാലോ ഗ്രൂപ്പ്സ്. അപ്പൊ ഇവര് വന്നാൽ നമ്മൾ എങ്ങനെയാ നെയിം ചെയ്യാ? ഇവര് വന്നാൽ നമ്മൾ, ക്ലോറിൻ വന്നാൽ നമ്മൾ എന്ത് വിളിക്കും പറയും? ക്ലോറോ എന്ന് പറയും. ബ്രോമിൻ വന്ന ബ്രോമോ, ഫ്ലൂറിൻ വന്ന ഫ്ലൂറോ, അയഡിൻ വന്ന അയഡോ. അത് മറക്കാൻ പാടില്ല. അപ്പൊ ക്ലോറിൻ ആണ് ഇവിടെ ഇല്ലത്. അപ്പൊ ക്ലോറിൻ വരുമ്പോ നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ ക്ലോറിൻ വരുമ്പോ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ നമ്പർ ചെയ്യണം. അപ്പോ 1 2 3 4 ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോ ക്ലോറിന് 3 ആണ് കിട്ടുന്നത്. ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോ 1 2 3 4 ക്ലോറിന് 2 കിട്ടും. അപ്പൊ 2ഉം 3ഉം ആയ 2 ആണല്ലോ ചെറിയ നമ്പർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിന്റെ പൊസിഷൻ എഴുതാം. 2 ഹൈഫൺ, പിന്നെ എന്ത് ചെയ്യണം? ക്ലോറിൻ എന്ന് പറയുമ്പോ, ക്ലോറിൻ വരുമ്പോ എന്ത് എഴുതണം എന്ന് പറഞ്ഞു? ക്ലോറോ. 2 ക്ലോറോ. എന്താണ്, എത്ര കാർബൺ ആറ്റാണ് ഉള്ളത്? 4 കാർബൺ ആറ്റാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 4 കാർബൺ ആറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ബ്യൂട്ടേൻ എന്ന് പറയാം. 2 ക്ലോറോ ബ്യൂട്ടേൻ എന്ന് പറയാം. ഇവിടെ 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പൊസിഷൻ എഴുതി ക്ലോറിന്റെ. പിന്നെ ക്ലോറിൻ വന്നോണ്ട് എന്ത് എഴുതി? ക്ലോറോ എന്ന് എഴുതി. ഇവിടെ ക്ലോറിന് പകരം ബ്രോമിനാ വന്നേന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ എന്ത് പറയും? ബ്രോമോ എന്ന് പറയും. ഫ്ലൂറിൻ ആണ് വന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫ്ലൂറോ എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ്? ക്ലോറിൻ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 2 ഹൈഫൺ ക്ലോറോ ബ്യൂട്ടേൻ. 4 കാർബൺ ആറ്റം ഉള്ള ചെയിൻ ആയതുകൊണ്ട് നമ്മൾ ബ്യൂട്ടേൻ കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ നെയിം. ഇനി അടുത്തത് നോക്കിക്കേ. ഇവിടെ ആരാണുള്ളത്? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടല്ലേ? ഇവിടെ ഡബിൾ ബോണ്ട് ആണ് ഉള്ളത്. അപ്പൊ ഈ ഡബിൾ ബോണ്ട് വരുമ്പോ എന്ത് ചെയ്യാ? സാധാരണ ചെയ്യുന്ന പോലെ നമ്പർ ചെയ്യുക. 1 2 3 4 5. 1 2 3 4 5 4 5. അപ്പോ ഇവിടെ നമ്മളെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇവിടെ എന്താ വന്നത്? 2ഉം 4ഉം. അപ്പൊ ഏതാണ് ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത്? 2 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ആ 2 എടുക്കുക. 2 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? അപ്പോ ഈ ഇങ്ങനെ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് വന്നാൽ അതിനെ നമ്മൾ എന്ത് പറയും? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയും. അപ്പൊ ഈ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൽ എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുക? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതും? അതിന്റെ വേർഡ് റൂട്ട് എഴുതും. അപ്പോ ഇതിന്റെ വേർഡ് റൂട്ട് എന്താണ്? പെന്റ് അല്ലെ? 5 കാർബൺ ആറ്റം ഇല്ലേ? അപ്പൊ അതിന്റെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് പെന്റ്. പിന്നെ ഹൈഫൺ ഇടാ. ഏതാണ് പൊസിഷൻ ഡബിൾ ബോണ്ടിന്റെ? 2. പിന്നെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും? ഈൻ. പെന്റ് 2 ഈൻ എഴുതും. പെന്റ് 2 ഈൻ എന്നാണ് എന്തെന്ന് ഇതിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ വേർഡ് റൂട്ട് എഴുതി, പിന്നെ പൊസിഷൻ എഴുതി, ഡബിൾ ബോണ്ട് വരുന്ന പൊസിഷൻ എഴുതി, പിന്നെ എന്ത് എഴുതി? ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് EN എഴുതി. ഇനി ട്രിപ്പിൾ ബോണ്ട് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതിയേനെ? YNE എന്ന് എഴുതിയേനെ. അയിൻ, പെന്റൈൻ എന്നല്ലേ പറയാ. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ YNE എന്ന് എഴുതും. ഇവിടെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ടാണ് എന്ത് വന്നത്? ENE വന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, നമ്മൾ ഈ ക്ലോറിൻ ഹാലോ കോമ്പൗണ്ട്സിലൊക്കെ ആദ്യം പൊസിഷൻ ആണ് എഴുതിയത്. നേരത്തെ നമ്മൾ ചെയ്ത ബ്രാഞ്ച് ഉള്ള ആൽക്കൈൻ ഗ്രൂപ്പിൽ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം പൊസിഷൻ എഴുതി, എന്നിട്ട് ഹൈഫൺ ഇട്ടിട്ട് ആ ഒരു ബ്രാഞ്ചിന്റെ പേര് എഴുതിയിട്ട് നമ്മുടെ മെയിൻ ചെയിന്റെ പേര് എഴുതി. പക്ഷെ ഈ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൽ എങ്ങനെയാ വരുന്നത്? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നാൽ നമ്മൾ ഫസ്റ്റ് അതിന്റെ വേർഡ് റൂട്ട് എഴുതണം, എന്നിട്ട് ഹൈഫൺ ഇട്ടിട്ട് അതിന്റെ പൊസിഷൻ എഴുതാം, എന്നിട്ട് ENEയോ YNEയോ ചേർക്കാം. അത് ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പെന്റ് 2 ഈൻ ആണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ.
ഇവിടെ എന്താണുള്ളത്? CHO ഉണ്ട്. ആദ്യം നമ്മളെ ക്വസ്റ്റ്യനിൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് തന്നത്, അല്ലെങ്കിൽ എന്ത് ബ്രാഞ്ച് ആണോ തന്നിട്ടുള്ളത്, ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ തന്നിട്ടുള്ളതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ആരുണ്ട്? CHO ഉണ്ട്. അപ്പൊ CHO എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കണം? CHO എന്ന് പറയുന്ന ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? കാർബൺ ആറ്റം എത്ര ഉണ്ട് എന്ന് എണ്ണി നോക്കാം. അപ്പോ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ അതിനാണ് എന്ത് കൊടുക്കേണ്ടത്? ഫസ്റ്റ് പൊസിഷൻ അതിനാണ് കൊടുക്കണ്ടേ. 1 2 3 4 5 6. ഫങ്ഷണൽ ഗ്രൂപ്പിന് നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന പോലെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന പോലെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിന് നമ്പർ ചെയ്യാൻ. ഇനി CHO വന്നോണ്ട് നമുക്ക് എന്ത് പറയാം അതിന്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പേരിടാം? ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുമ്പോ എന്ത് വരും? ഹെക്സനാൽ എന്ന് വരും. ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുമ്പോ ഹെക്സനാൽ. ഇവിടെ ആറ് കാർബൺ ആറ്റാണ് ഉള്ളത്. അപ്പൊ എന്ത് വരും? ഹെക്സേൻ. അതെങ്ങനെയാ നമ്മൾ എഴുതുന്നത്? ഇവിടെ നോക്കി 6 കാർബൺ ആറ്റാണ് ഉള്ളത്. അപ്പൊ എന്ത് വരും? ഹെക്സേൻ എന്ന് വരും അല്ലേ? 6 കാർബൺ ആറ്റം ഉണ്ടാകുമ്പോൾ ഹെക്സേൻ അല്ലേ? ഇനി ഈ വെട്ടിയിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുമ്പോ എന്താണ് ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യും. ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുമ്പോ എന്താ വരിക? ആളല്ലേ വരിക. അപ്പോ AL ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? ഹെക്സനാൽ എന്ന് വരും. ഹെക്സനാൽ എന്ന് വരും. ഇങ്ങനെയാണ് എന്ത് വരിക? ഇതിന് ഇങ്ങനെയാണ് നെയിമിംഗ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇത് ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്? ഇവിടെ ആരുണ്ട്? COH ഉണ്ട്. COH എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഏത് ഗ്രൂപ്പാണ്? കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലേ? അപ്പൊ കാർബോക്സിലിക് ആസിഡ് ആകുമ്പോ എന്ത് വരും? ആദ്യം എന്ത് ചെയ്യാ? നമ്പർ ചെയ്യാ. 1 2 3 4. അപ്പോ ഇവിടെ എന്ത്? 4 കാർബൺ ആറ്റം ഉണ്ട്. പിന്നെ COH ഗ്രൂപ്പ് ആണ് വരുന്നത്. അപ്പൊ എന്തായിരിക്കും വരുന്നത്? COH ഗ്രൂപ്പ് ആകുമ്പോ ആസിഡ് വരുമ്പോ എങ്ങനെയാണ് എഴുതുക നമ്മള്? ഓയിക് ആസിഡ് അങ്ങനെയല്ലേ നമ്മൾ എഴുതുക. അപ്പൊ ഇവിടെ 4 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 4 കാർബൺ ആറ്റം വരുമ്പോ അത് ബ്യൂട്ടെയിൻ അല്ലേ? ബ്യൂട്ടെയിൻ. ഇനി ആ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കിയിട്ട് എന്ത് എഴുതാം? ബ്യൂട്ടെയിൻ എന്ന് എഴുതാം. ആ ഒഴിവാക്കിയിട്ട് ഓയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെയിം ചെയ്യുന്നത്. അപ്പോ ഈ ആൽഡിഹൈഡിനും ആസിഡിനും എന്താണ് ലാസ്റ്റ് ആയിരിക്കും എന്ത് വരുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. ഏറ്റവും എൻഡിലായിരിക്കും ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പൊസിഷൻ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോ ഇത് നമുക്ക് ആൽഡിഹൈഡ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ ആൽക്കൈന്റെ പേര് എഴുതാം. എന്നിട്ട് ഒഴിവാക്കുക. ഇപ്പൊ ഹെക്സെയിൻ അല്ലെങ്കിൽ പെന്റെയിൻ അങ്ങനെ എഴുതാം. ഒഴിവാക്കുക. ലാസ്റ്റ് എന്ത് ആഡ് ചെയ്യാം? AL ആഡ് ചെയ്യാം. ഇനി ആസിഡ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാം? അതുപോലെ ആൽക്കൈന്റെ പേര് എഴുതാം. ബ്യൂട്ടെയിൻ എന്ന് എഴുതാം. എന്നിട്ട് ഒഴിവാക്കിയിട്ട് എന്ത് ആഡ് ചെയ്യാം? ഓയിക് ആസിഡ് ആഡ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് അടുത്ത കോമ്പൗണ്ട് CH3 CH2 CO CH2 CH3. അപ്പൊ ഇവിടെ ഏതാണ് ഉള്ളത്? CO ഗ്രൂപ്പാണ് ഉള്ളത്. CO ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? കീറ്റോ ഗ്രൂപ്പ് ആണ് അല്ലേ? അപ്പൊ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ പേര് വരിക? ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട് നോക്കാം. 1 2 3 4 5. ഇങ്ങനെ എണ്ണിയാലും 3 തന്നെയാണ് വരുന്നത്. അപ്പോ ഇവിടെ കീറ്റോ ഗ്രൂപ്പിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പൊ നടുക്കല്ല ഉള്ളത്. അപ്പൊ പൊസിഷൻ എഴുതണം. കീറ്റോ ഗ്രൂപ്പിന് എന്ത് എഴുതണം? അതിന്റെ പൊസിഷൻ എഴുതണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 5 കാർബൺ ആറ്റാണ് ഉള്ളത്. അപ്പൊ എന്ത് എഴുതണം? പെന്റെയിൻ അല്ലേ? അപ്പൊ പെന്റെയിൻ. ആ ഒരു ഒഴിവാക്കുക. പെന്റൻ. പിന്നെ അതിന്റെ ഹൈഫൺ ഇടുക. അതിന്റെ പൊസിഷൻ ഇടുക. സിയോന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 3 ആണ്. എന്നിട്ട് കീറ്റോ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും? ONE അല്ലേ? പെന്റൻ 3 ഓൺ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതല്? കീറ്റോ ഗ്രൂപ്പിന് നെയിം ചെയ്യല്. അപ്പൊ നിങ്ങൾ പെന്റ് എന്ന് മാത്രം എഴുതുന്നെങ്കിൽ എന്താവും? പെന്റ് എന്ന് മാത്രമാണ് എഴുതുന്നതെങ്കിൽ
അത് തെറ്റാണ്. പെന്റൻ തന്നെ പെന്റ് എന്ന് മാത്രം പറയുന്നത് എന്താണ് വേർഡ് റൂട്ട് ആണ്. ഇവിടെ വേർഡ് റൂട്ട് അല്ല നമ്മൾ എഴുതുന്നത്, ആൽക്കെയിന്റെ പേരാണ് എഴുതുന്നത്. അപ്പോ ഇവിടെ എന്താ വേണ്ടത്? ഫങ്ഷണൽ ഗ്രൂപ്പിൽ നമ്മൾ എഴുതുമ്പോൾ പെന്റൻ ലാസ്റ്റ് ഈ മാത്രമേ ഒഴിവാക്കണ്ടു. പെന്റൻ അത് അങ്ങനെ എഴുതണം. പെന്റൻ 3 ഓൺ. പെന്റൻ 3 ഓൺ അങ്ങനെ തന്നെയാണ് ഇത് എഴുതേണ്ടത്. അതുപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻ ആണ് ഇതും. ഇവിടെയും എന്താണ് വന്നിട്ടുള്ളത്? CO ഗ്രൂപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയേ. 1 2 3 4 5 6 ഇവിടെ 6 കാർബൺ ആറ്റം ഉണ്ട്. നമ്മുടെ സിയോന്റെ കീറ്റോ ഗ്രൂപ്പിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോ 6 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? 6 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ആൽക്കെയിന്റെ പേരെന്താണ്? ഹെക്സെയിൻ. ഈ ഒഴിവാക്കിയിട്ട് നമുക്ക് ഹെക്സൻ എന്ന് എഴുതാം. ഹെക്സൻ. പിന്നെന്താണ്? CO ഗ്രൂപ്പിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഹെക്സൻ 2 ഓൺ. ഹെക്സൻ 2 ഓൺ. നമ്മൾ CO ഗ്രൂപ്പിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന പോലെ വേണം നമ്മൾ നമ്പർ ചെയ്യാൻ. എന്നിട്ട് ആദ്യം ആൽക്കെയിന്റെ പേര് എഴുതാം. ഹെക്സ് എന്ന് മാത്രം എഴുതിയ തെറ്റാണ്. ഹെക്സൻ വരെ എഴുതണം. ഹെക്സൻ 2 ഓൺ. അത് പല കുട്ടികളും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഭാഗമാണത്. ഹെക്സ് 2 ഓൺ എന്ന് എഴുതും. പക്ഷെ അത് തെറ്റാണ്. ഹെക്സൻ തന്നെ എഴുതാം. പെന്റൻ, ഹെക്സൻ അങ്ങനെ തന്നെയാണ് എന്ത് എഴുതല് ഫങ്ഷണൽ ഗ്രൂപ്പിൽ നെയിം ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്നത്. വേർഡ് റൂട്ട് അല്ല നമ്മൾ എഴുതുന്നത്, ആൽക്കെയിന്റെ പേരാണ് എഴുതുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത CH3O CH2 CH3. ഈ O വന്നാൽ എന്താണത്? O വരുമ്പോ നമുക്കറിയാതെ ഏത് ഗ്രൂപ്പാണ്? അത് ആൽക്കോക്സി ഗ്രൂപ്പ് ആണ് അല്ലെ? ഈതേഴ്സിനല്ലേ നമ്മൾ പറയാ. അപ്പൊ ഈതേഴ്സിന് നമ്മൾ എങ്ങനെയാ നെയിം ചെയ്യാൻ പഠിച്ചത്? ചെറിയ നീളം കുറഞ്ഞ കാർബൺ ആറ്റത്തിന് ഓക്സിന്നും അതുപോലെ നീളം കൂടിയ കാർബൺ ആറ്റം എന്നും ചേർത്ത് എഴുതാം. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? നീളം കുറഞ്ഞ കാർബൺ ആറ്റം ഓക്സി, നീളം കൂടിയ കാർബൺ ആറ്റം എയും ചേർത്ത് എഴുതാനാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ എന്ത് വരും? നീളം കുറഞ്ഞ, ഇവിടെ ഒരു കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഏതാണ് നീളം കുറഞ്ഞത്? ഇതന്നെയല്ലേ? അപ്പൊ എന്ത് വരും? മീത്തോക്സി. ഒരു കാർബൺ ആറ്റം വരുമ്പോ മീഥെയിൻ എന്നല്ലേ പറയല്? അപ്പൊ നമുക്ക് അതിന് പകരം മീത്തോക്സി എന്നിട്ട് എന്തിടാ? മീത്തോക്സി. ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഈഥെയിൻ. ആദ്യം നീളം കുറഞ്ഞത് ഓക്സി, നീളം കൂടിയത് എയിൻ. അപ്പൊ ഇവിടെ നീളം കുറഞ്ഞത് ഒരു കാർബൺ ആറ്റം ഉള്ള CH3 ഗ്രൂപ്പ് ആണ്. അപ്പൊ ഒരു കാർബൺ ആറ്റം നമ്മൾ മീഥെയിൻ എന്നല്ലേ പറയാ. അതുകൊണ്ട് മീത്തോക്സി എന്നിട്ട് 2 കാർബൺ ആറ്റം വരുന്നതാണ് ഇവിടെ ഉള്ള ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈഥെയിൻ. ഇങ്ങനെയാണ് എന്ത് വരിക? ഇതിന് പേര് വരിക. അപ്പൊ നിങ്ങൾ ഇത് ഒറ്റക്ക് ചെയ്ത് നോക്കാം. ഡൗട്ട് ഇല്ലടുത്ത് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ആരാന്നുള്ളത്? നമ്മൾ നേരത്തെ ക്ലോറിന്റെ ചെയ്ത പോലെ ഇവിടെ ആരാ ഉള്ളത്? ഫ്ലൂറിൻ ആണുള്ളത്. അപ്പൊ ഫ്ലൂറിൻ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യണം? ഫ്ലൂറിൻ വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് വരുന്ന പറഞ്ഞത്? ഫ്ലൂറോന്ന് വരും അല്ലെ? പക്ഷെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ എഴുതണ്ടേ? അപ്പൊ ഇതിനെങ്ങനെ നമുക്ക് പൊസിഷൻ നമ്പർ ചെയ്യാ? 1 2 1 2 3. അപ്പോ രണ്ടാമത്തെ പൊസിഷനിലാണ് എന്ത് വരുന്നത്? ഫ്ലൂറിൻ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ നെയിം ചെയ്യാ? എങ്ങനെ നെയിം ചെയ്യാൻ പറ്റും? ആദ്യം എന്ത് എഴുതണം? 2. പിന്നെ എന്ത് എഴുതണം? 2 2 ഇടണ്ടേ? കാരണം ഇവിടെ 2 ഫ്ലൂറിൻ ഉണ്ട്. 2 ഫ്ലൂറിന്റെ പൊസിഷനും 2 തന്നെയാണ്. രണ്ടാമത്തെ പൊസിഷനിൽ തന്നെയാണ് 2 ഫ്ലൂറിനും ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ രണ്ടാമത്തെ പൊസിഷനിലാണ് 2 ഫ്ലൂറിനും ഉള്ളത്. അതുകൊണ്ട് എത്ര തവണ നമ്മൾ 2 ഇടണം? 2 തവണ 2 ഇടണം. ഇനി അടുത്തത് 2 ഫ്ലൂറിൻ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? വെറുതെ ഫ്ലൂറോന്ന് എഴുതിയാൽ മതിയോ? വെറുതെ ഫ്ലൂറോന്ന് എഴുതിയാൽ ശരിയാവുമോ? 2 ഫ്ലൂറിൻ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? ഡൈഫ്ലൂറോ എന്ന് എഴുതണം. എന്ത് എഴുതണം? ഡൈഫ്ലൂറോ. 3 എണ്ണം ഉണ്ടെങ്കിൽ എന്ത് എഴുതും? ട്രൈഫ്ലൂറോ എന്ന് എഴുതും. അപ്പൊ 2 2 ഡൈഫ്ലൂറോ. പിന്നെ ഇവിടെ 3 കാർബൺ ആറ്റാന്നുള്ളത്. അതുകൊണ്ട് എന്ത് വരും? പ്രൊപ്പെയിൻ എന്ന് വരും. 2 2 ഡൈഫ്ലൂറോ പ്രൊപ്പെയിൻ. എങ്ങനെ വരും? 2 2 ഇവിടെ ഹൈഫൺ ഡൈ ഫ്ലൂറോ പ്രൊപ്പെയിൻ. 2 2 ഡൈഫ്ലൂറോ പ്രൊപ്പെയിൻ എന്ന് വരും.
2 ഡൈഫ്ലൂറോപ്രൊപ്പൈൻ എന്നാണ് വരുന്നത്. പിന്നെ അവിടെ ക്ലോറിൻ ആണെങ്കിൽ എന്ത് വരും? 2 ഡൈക്ലോറോപ്രൊപ്പൈൻ എന്ന് വരും. ബ്രോമിൻ ആണെങ്കിൽ ഡൈബ്രോമോപ്രൊപ്പൈൻ എന്ന് വരും. അതുപോലെ CH3 മീഥൈൽ ഗ്രൂപ്പോ ഈഥൈൽ ഗ്രൂപ്പോ ആണെങ്കിലും ഡൈമീഥൈൽ, ഡൈഈഥൈൽ അങ്ങനെയാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ ട്രൈഈഥൈൽ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ട്രൈമീഥൈൽ. അപ്പം 2 വന്ന ഡൈ ചേർക്കാം, 3 വന്ന ട്രൈ ചേർക്കാം, അത് മറക്കരുത്. അതുപോലെ ഇവിടെ എന്ത് ഇടണം? 2 തവണ ആ നമ്പർ ഇടണം. 2 2 സെക്കൻഡ് പൊസിഷനിലാണ് 2 ഇല്ലതെങ്കിൽ 2 എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ പൊസിഷനിലാണ് 2 ഇല്ലെങ്കിൽ 3 എന്ന് എഴുതാം. ഇനി ഒരെണ്ണം 2ലും ഒരെണ്ണം 3ലാണെങ്കിൽ 2,3 എന്ന് എഴുതാം. അത് മറക്കരുത്. ഹൈഫൺ ഇടാനും മറക്കരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ഇതിന് നമുക്ക് എങ്ങനെ നമ്പർ ചെയ്യാം? 1 എടാ ഇത് ആകുന്നില്ല. അല്ല ഇത് കൊള്ളാന്നുണ്ടായിട്ട. അപ്പൊ ഇനി നേരത്തെ പറയണോ? ഇപ്പൊ ഇനി അടുത്ത തുടങ്ങിയാ പോരെ? അടുത്തതൊട്ട് തുടങ്ങിയാ പോരെ? ഇതൊക്കെ ഒന്നും നിന്നേന്നറിയില്ല. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താണ്? 1 2 3 4 5 ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോഴോ 1 2 3 4 5 ഒരേപോലെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും ആരുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ നമ്പർ ചെയ്യാം? എങ്ങനെ നെയിം ചെയ്യാം? 2, 3, 4. ആദ്യം രണ്ടാമത്തേലുണ്ട് ഒരു മീഥൈൽ ഗ്രൂപ്പ്, മൂന്നാമത്തേൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്, നാലാമത്തേൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ 2, 3, 4 എന്നിട്ട് എന്ത് എഴുതണം? 3 മീഥൈൽ ഗ്രൂപ്പ് തന്നെയല്ലേ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 3 വന്നോണ്ട് ട്രൈമീഥൈൽ. പിന്നെ എന്ത് വരും? 5 കാർബൺ ആറ്റം ഉള്ളോണ്ട് പെന്റെയിൻ. ഒന്നിച്ച് എഴുതണേ. 2, 3, 4 ട്രൈമീഥൈൽ പെന്റെയിൻ എന്ന് വരും. മലയാളത്തിൽ എങ്ങനെ എഴുതാം? 2, 3, 4 ട്രൈമീഥൈൽ പെന്റെയിൻ. പെന്റെയിൻ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെയിം ചെയ്യുന്നത്. ഇവിടെ 3 CH3 വന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചേർത്തത്? ട്രൈ ചേർത്തത്. അതുപോലെ തന്നെ 3ന്റെ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2, 3, 4 ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചെയ്ത് നോക്കിയേ. 1 2 3 4 5 6 6 കാർബൺ ആറ്റം ഉള്ള ചെയിൻ ആണിത്. എവിടെല്ലാണ് നമ്മളെ ബ്രാഞ്ചസ് വന്നിട്ടുള്ളത്? മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുള്ളത് ഏതെല്ലാം പൊസിഷനിലാണ്? 2ലുണ്ട്, അതുപോലെ തന്നെ 2ലുണ്ട്, അതുപോലെ തന്നെ 3ലും ഉണ്ട്. അപ്പൊ 2 3 എന്ത് വരും? 2 3. അതുപോലെ വേറെ എവിടെയുള്ളത്? 3ല് 2 ഉണ്ടല്ലേ. 2ല് ഒരെണ്ണം, 3ല് 2 ഉണ്ട്. അപ്പൊ 2, 3, 3 ഹൈഫൺ പിന്നെ എന്ത് വരും? 2, 3, 3 ട്രൈമീഥൈൽ. മീഥൈൽ ഗ്രൂപ്പ് തന്നെയല്ലേ അത്? ട്രൈമീഥൈൽ. ഇവിടെ എത്ര കാർബണാ ഉള്ളത്? 6 കാർബൺ ഉള്ളോണ്ട് എന്ത് വരും? ഹെക്സെയിൻ എന്ന് വരും. 2, 3, 3 ട്രൈമീഥൈൽ ഹെക്സെയിൻ എന്ന് വരും. ഹൈഫൺ ഇടാൻ മറക്കരുത്. ട്രൈമീഥൈൽ ഹെക്സെയിൻ. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? അത് വരുന്നത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ആരാണുള്ളത്? ട്രിപ്പിൾ ബോണ്ട് ആണ് ഉള്ളത് അല്ലേ? ത്രിബന്ധനം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. 1 2 3 4 5 6 7. 7 കാർബൺ ആറ്റം ഉള്ള ഒരു ചെയിൻ ആണിത്. എത്രാമത്തെ പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുള്ളത്? എത്രാമത്തെ പൊസിഷനിലാണ്? ഒന്നാമത്തെ പൊസിഷനിലാണ് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുള്ളത് അല്ലെ? ആദ്യത്തെ കാർബൺ ആറ്റത്തിനല്ലേ ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്താ എഴുതേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഡബിൾ ബോണ്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം എന്താണ് എഴുതേണ്ടത്? ആദ്യം പൊസിഷൻ ആണ് എഴുതേണ്ടത്. ആദ്യം അതിന്റെ വേർഡ് റൂട്ട് ആണ് എഴുതേണ്ടത്. അപ്പൊ എന്ത് എഴുതാ? ഇവിടെ നമ്മൾ വേർഡ് റൂട്ട് ആണ് എഴുതുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൽക്കെയിന്റെ പേര് എഴുതുന്നത്. ഹെപ്റ്റ്. ഇവിടെ 7 വന്നതുകൊണ്ട് എന്ത് വന്നു? ഹെപ്റ്റ്. പിന്നെ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് 1. അതിന്റെ പൊസിഷൻ എഴുതാ. ഒന്നാമത്തെ പൊസിഷനിലല്ലേ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. ഇനി ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താ വരും? YNE. ഹെപ്റ്റ് 1 അയിൻ. ഹെപ്റ്റ് 1 അയിൻ എന്ന് വരും. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നെയിമിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് ആ ക്വസ്റ്റ്യനിൽ ഉള്ളത്, ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനനുസരിച്ചിട്ട് ആൽക്കഹോൾ ആണെങ്കിൽ OH വരും. OH എന്ന് കണ്ടാൽ അതെന്തായിരിക്കും? അത് ആൽക്കഹോൾ ആയിരിക്കും. അപ്പോ എന്ത് വരും? ലാസ്റ്റ് ഓള് ചേർത്താൽ മതി. അതിന്റെ പൊസിഷൻ എഴുതാം. മെത്തനോൾ അല്ലെങ്കിൽ മെത്ത് എത്രയാണോ അതിന്റെ പൊസിഷൻ അത് എഴുതാം. എന്നിട്ട് ഓൾ ലാസ്റ്റ് ഓൾ ചേർക്കാം. ഇനി വേറെ കീറ്റോൺ ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? കീറ്റോൺ ആണ് വരുന്നതെങ്കിൽ ലാസ്റ്റ് ON അല്ലെങ്കിൽ ഓൺ എന്നാണ് നമ്മൾ ചേർക്കുക ലാസ്റ്റ്. അതാണ് നമ്മൾ ചെയ്തത്. പെന്റൻ 3 ഓൺ, ബ്യൂട്ടൻ 1 ഓൺ. അങ്ങനെ നടുക്കാണ് എന്ത് വരുന്നത്? അതിന്റെ പൊസിഷൻ കാണിക്കേണ്ടത്. ഇനി ആൽഡിഹൈഡും കാർബോക്സിലിക് ആസിഡും ആണെങ്കിൽ എന്താണ്? പൊസിഷൻ ചേർക്കേണ്ട ആവശ്യമില്ല. ബ്യൂട്ടനോയിക് ആസിഡ്, പെന്റനോയിക് ആസിഡ് അങ്ങനെയാണ് എഴുതുക. ആൽഡിഹൈഡ് ആണെങ്കിൽ ഹെക്സനാൽ, പെന്റനാൽ, ഒക്ടനാൽ അങ്ങനെ എഴുതും. പിന്നെ ഹാലോ ഗ്രൂപ്പ് ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയഡിൻ വന്നാൽ ക്ലോറോ ഫ്ലൂറോ അങ്ങനെ ചേർക്കുക. ആദ്യം പൊസിഷൻ എഴുതുക. 2 ഫ്ലൂറോ പെന്റെയിൻ, 2 ബ്രോമോ പെന്റെയിൻ അങ്ങനെ ചേർത്തിട്ട് എഴുതാം. പിന്നെ ഏതാണ്? നമ്മൾ ആൽക്കഹോളിന്റെ ചെയ്തിട്ടില്ലല്ലോ. ആൽക്കഹോളിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. CH3, CH2, CH, CH3, OH. ഇവിടെ ആര് വന്നു? OH വന്നു. അപ്പൊ നമുക്കറിയാം OH വരുമ്പോ അതെന്താണ്? ആൽക്കഹോൾ ആണ്. നമ്പർ ചെയ്തോ? 1 2 3 4. ഇങ്ങനെ നമ്പർ ചെയ്താൽ 3 വരും. ഇങ്ങനെയാണ് 2 വരുന്നത്. അപ്പൊ 2 അല്ലേ ഏറ്റവും ചെറുത്. അപ്പൊ എന്ത് എഴുതാം? ബ്യൂട്ടൻ. ആദ്യം എന്ത് എഴുതണം? അതിന്റെ വേർഡ് റൂട്ട് അല്ല എഴുതല്. എന്താണ് എഴുതുന്നത്? അതിന്റെ ആൽക്കെയിന്റെ പേര്. ബ്യൂട്ടെയിൻ എന്നല്ലേ നമ്മൾ എഴുതുക. അതുപോലെ എഴുതുക. എന്നിട്ട് ആ ഇ ഒഴിവാക്കുക. ഇ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചേർക്കും? ബ്യൂട്ടൻ -2. ഇവിടെ പൊസിഷൻ 2-ലല്ലേ ഉള്ളത്? 2 ഓൾ. ഓയിൽ ആണ് നമ്മൾ ചേർക്കുന്നത്. ബ്യൂട്ടൻ 2 ഓൾ എന്ന് വരും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ട്രിപ്പിൾ ബോണ്ട് വരുന്ന ക്വസ്റ്റ്യൻ നോക്കോ. CH3, CH ഡബിൾ ബോണ്ട്, CH, CH2, 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 CH3. ഇത് മലയാളത്തിലും ബ്യൂട്ടൻ 2 ഓൾ അങ്ങനെ തന്നെ എഴുതാം. ഓൾ. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ. ഇവിടെ ഇതിന്റെ നമ്പർ ചെയ്യാ. എങ്ങനെ നമ്പർ ചെയ്യാ? ഇങ്ങനെ ചെയ്യുമ്പോൾ 1 2 3 4 5 6 7. ഇവിടെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എന്താ വന്നേ? 2 ആണല്ലേ വന്നേ. 2-ലല്ലേ ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പൊ ആദ്യം എന്ത് എഴുതണം? അതിന്റെ വേർഡ് റൂട്ട് എഴുതാ. ഹെപ്റ്റ്. ഇവിടെ നമ്മൾ ഹെപ്റ്റൈൻ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ വേർഡ് റൂട്ട് ആണ് എഴുതുന്നത്. ഹെപ്റ്റ്. പിന്നെ പൊസിഷൻ എഴുതാ 2. പിന്നെ എന്ത് എഴുതാ? ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE. അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE എഴുതണം. ഇത് മനസ്സിലായില്ലേ? എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? അടുത്ത ക്വസ്റ്റ്യൻ. The UPSC name of some organic compounds are given. Write their structural formula. അപ്പോ കുറച്ച് പേര് UPSC നെയിം ആണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ വരക്കണം. അതിന്റെ ഘടനാസൂത്രം വരക്കാനാണ് നമ്മളോട് പറയുന്നത്. ആദ്യത്തത് 3 ബ്രോമോ ഹെപ്റ്റൈൻ. അപ്പൊ ഫസ്റ്റ് വൺ 3 ബ്രോമോ ഹെപ്റ്റൈൻ നമ്മൾ എങ്ങനെയാ വരക്കുക?
ഫസ്റ്റ് വൺ 3-bromoheptane. അപ്പൊ ആദ്യം നോക്കാം ഹെപ്റ്റെയിൻ. ഹെപ്റ്റെയിൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം വേണം? 7 എണ്ണം വേണം. അത് 7 എണ്ണം വരക്കാം. 1 2 3 4 5 6 7. 7 എണ്ണം വരച്ചു. ഇനി 3-bromoheptane മൂന്നാമത്തെ പൊസിഷനിൽ 1 2 3 ഈ മൂന്നാമത്തെ പൊസിഷനിൽ എന്ത് വേണം? ബ്രോമിൻ വേണം. അത് ഒന്നെങ്കിലും മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട്. ഇവിടെ 3 മാത്രമേ ഉള്ളൂ. ഒരു 3 എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലും താഴെയും വരക്കണമായിരുന്നു. ഒരു 3 ഉള്ളൂ. അതുകൊണ്ട് ഒരു ബ്രോമിൻ മതി. ഇനി എന്ത് ചെയ്യണം? ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം. അപ്പൊ കാർബണിന്റെ വാലൻസി എത്രയാണെന്നാ പറഞ്ഞത്? 4 ആണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? ബാക്കി H3. ഇവിടെ 2 ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് H2. ഇവിടെ 1 2 3 3 ബോണ്ട് ഓൾറെഡി ഫോം ചെയ്തു. അപ്പൊ ഇനി ഇവിടെ എന്ത് വരും? 3 ബോണ്ട് ഓൾറെഡി ആയില്ലേ? ഇനി 2 ഹൈഡ്രജനല്ലേ ബാക്കിയുള്ളൂ. മൊത്തം 4 ഹൈഡ്രജൻ ആണ് കാർബണിന് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ 2 എണ്ണം ഓൾറെഡി ആയി. ഇവിടെ ഒന്നായി, ഇവിടെ ഒന്നായി. അപ്പോ അവിടെ എന്താ വരുന്നത്? 2 എണ്ണം ഓൾറെഡി വന്നു കഴിഞ്ഞാൽ പിന്നെ 2 എണ്ണം അല്ലേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് CH2. ഇവിടെ എന്ത് വരും? CH2. ഇവിടെയും CH2. ഇവിടെ ഒക്കെ 2 ബോണ്ടാണ് ഉള്ളത്. CH2 ഇവിടെ ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് വരും? CH3 എന്ന് വരും. ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആയില്ലേ? CH3 CH2 CH2. ഇവിടെ CH മാത്രമല്ലേ വരുള്ളൂ. 1 2 3 3 ബോണ്ട് ആയതുകൊണ്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ മാത്രമല്ലേ ആഡ് ചെയ്യാൻ പറ്റൂ. CH2 CH3. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? 3-bromoheptane വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈത്തോക്സി ബ്യൂട്ടൈൻ. അപ്പൊ ഈത്തോക്സി ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ അത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്? ആൽക്കോക്സി ഗ്രൂപ്പാണ്. അപ്പൊ ആൽക്കോക്സി ഗ്രൂപ്പിൽ നടുക്ക് ആര് വരും? ഓക്സിജൻ വരും. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്താണ് എന്ത് വരുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ്സ്, കാർബൺ ആറ്റത്തിന്റെ കോമ്പൗണ്ട്സ് വരുന്നത്. അപ്പോ ഓക്സി എന്ന് പറയുന്നത് കുറവ് കാർബൺ ആറ്റം, ചെറിയ കാർബൺ ചെയിനും, എ എന്ന് പറയുന്നത് വലിയ കാർബൺ ചെയിനും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ ഈതോക്സി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡിൽ ഇടാം. ഈതോക്സി എന്ന് പറയുന്നത് ഈതൈൻ അല്ലേ? അപ്പൊ എന്ത് വരും? CH3 CH2. ഇപ്പൊ എന്തായി? 2 കാർബൺ ആറ്റം വരുമ്പോ അത് ഈതോക്സി ആയി. ഇനി ഈതോക്സി ബ്യൂട്ടൈൻ എന്നാണ് ഉള്ളത്. ഈതോക്സി ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം വേണം? 4 കാർബൺ ആറ്റം വേണം. അപ്പോ CH2 CH3. ഇവിടെ 4 കാർബൺ ആറ്റം വേണം. അപ്പൊ ആദ്യം CH3 എഴുതാൻ പറ്റില്ലല്ലോ, കാരണം ഇവിടെ ഒരു ബോണ്ട് ഉണ്ടല്ലോ. അപ്പോ ഓൾറെഡി കാർബണിന് എത്രയായി? 1 2 ബോണ്ട് ഉണ്ട്. അപ്പോ CH2 മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. അങ്ങനെയാണ് ഇവിടെ എഴുതുന്നത്. ആദ്യം എന്ത് ചെയ്യാ? ഈതോക്സി. ഇത് ഇപ്പുറത്ത് എങ്ങനെ ആയാലും പ്രശ്നമില്ല. ആദ്യം എന്ത് ചെയ്യാ? 2 കാർബൺ ആറ്റം. ഈതോക്സി എന്ന് പറയുമ്പോൾ 2 കാർബൺ ആറ്റം വരണം. അപ്പൊ CH3 CH2. പിന്നെ ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ 4 കാർബൺ ആറ്റം വരും. അപ്പൊ CH2. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? ഈതോക്സി ബ്യൂട്ടൈൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു ത്രീ ഡൈക്ലോറോപെൻറ്റൈൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് വരക്കണം? പെൻറ്റൈൻ വരക്കണം. എത്ര കാർബൺ ആറ്റം? 5 കാർബൺ ആറ്റം ഉള്ള പെൻറ്റൈൻ വരച്ചു. ഇനി 2 3 രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ, അത് ഇവിടുന്ന് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ല സൈഡിൽ നിന്ന് എടുക്കാം. പക്ഷെ ഇവിടുന്ന് 2 ഇതെടുത്താല് 3 തന്നെ എടുക്കണം. ഏതെങ്കിലും ഒരു സൈഡിൽ തന്നെ നിങ്ങൾ നോക്കണം. ഞാനിപ്പോ ഇങ്ങനെയാ നോക്കുന്നത്. ഇത് 2 ഇത് 3 ആയിട്ട് എടുത്തു. 2 3 ഡൈക്ലോറോപെൻറ്റൈൻ. ഡൈക്ലോറോ എന്ന് പറയുമ്പോ അപ്പൊ എന്ത് വേണം ആടാ? രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ക്ലോറിൻ, മൂന്നാമത്തെ പൊസിഷനിൽ ഒരു ക്ലോറിൻ വരണം. ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്തോ. ആദ്യത്തെ കാർബൺ ആറ്റം CH3യുടെ ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് വരും? അതുകൊണ്ട് CH3 വരും. പിന്നെ ഇവിടെ എന്താണ്? 1 2 3 ബോണ്ട് ഉണ്ട് ഓൾറെഡി. CH മാത്രമേ വരുള്ളൂ. ഇവിടെയും 3 ബോണ്ട് ഉണ്ട്. അപ്പൊ CH. ഇവിടെ 2 ബോണ്ടേ ഉള്ളൂ. അപ്പൊ CH2. ഇവിടെ എന്ത് വരും? CH3 വരും. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? 2 3 ഡൈക്ലോറോപെൻറ്റൈൻ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. 2 3 4 ട്രൈമീഥൈൽ പെൻറ്റൈൻ.
ട്രൈമീഥൈൽ പെൻറ്റൈൻ ഇങ്ങനെയാണ് വന്നെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം പെൻറ്റൈൻ വരക്കാം. 1 2 3 4 5 പെൻറ്റൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം? 2, 3, 4 രണ്ടിലും മൂന്നിലും നാലിലും എന്ത് വേണം? ട്രൈമീഥൈൽ. ട്രൈമീഥൈൽ എന്ന് പറയുമ്പോൾ മീഥൈൽ ഗ്രൂപ്പ് CH3 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 ട്രൈമീഥൈൽ. ഇനി എന്ത് ചെയ്യാ? ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. ഇവിടെ CH3 വരും. ഇവിടെ ഓൾറെഡി 3 ബോണ്ടില്ലോണ്ട് H. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾറെഡി 3 ബോണ്ടില്ലോണ്ട് H. ഇവിടെ എന്ത് വരും? CH3. ഇങ്ങനെയായിരിക്കും എന്ത് വരുന്നത്? 2, 3, 4 ട്രൈമീഥൈൽ പെൻറ്റൈൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ ആദ്യം നിങ്ങൾ എന്ത് വരക്കാം? ആ മെയിൻ ചെയിനിൽ മൊത്തത്തിൽ എത്ര കാർബൺ ചെയിൻ വേണമെന്ന് നോക്കാം. ഇവിടെ ഹെപ്റ്റൈൻ ആണെങ്കിൽ 6, അല്ലെങ്കിൽ പെൻറ്റൈൻ ആണെങ്കിൽ 5 അത് വരക്കാം. എന്നിട്ട് പൊസിഷൻ ഏത് പൊസിഷനിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. അപ്പൊ അത് എളുപ്പമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പൊ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന മെയിൻലി 3 കോമ്പൗണ്ട്സ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുള്ളത്. അതൊന്ന് ബെൻസീൻ ആണ്. ബെൻസീൻ എന്ന് പറയുന്നത് എന്താണ്? C6H6 വരുന്ന കോമ്പൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ബെൻസീൻ എന്ന് പറയുന്നത്. ബെൻസീൻ എന്ന് പറയുന്നത് C6H6 ഉള്ള കോമ്പൗണ്ട് ആണ്. ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ഇവിടെ എന്തുണ്ട്? ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒന്നിടവിട്ട് ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. ഇനി ഇതിന്റെ പേരെന്താണ്? ഈ ഒരു ബെൻസീൻ അതിന്റെ മുകളിൽ COOH വന്നാൽ അത് എന്താവും? ബെൻസനോയിക് ആസിഡ് ആവും അല്ലെ? ബെൻസനോയിക് ആസിഡ് ആവും. അപ്പൊ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇത് C6H6 അല്ലേ? അപ്പൊ C6H ഒരു H ഒഴിവായിട്ട് ആടെ എന്ത് വരും? COH വരും. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഈ ഒരു H ഒഴിവായിട്ട് ആടെ എന്ത് വരും? COH വന്നാൽ അതെന്തായി? ബെൻസനോയിക് ആസിഡ് ആയി. ഇനി ഇതേ ബെൻസീനിലേക്ക് ഒരു OH ആണ് വരുന്നതെങ്കിൽ അതെന്താവും? ഒരു OH ആണ് വരുന്നതെങ്കിൽ അത് ഫീനോൾ ആവും. അപ്പൊ ഇതിന്റെ പേരാണ് എന്തെന്ന്? ഫീനോൾ എന്ന് പറയുന്നത്. ഫീനോൾ. അപ്പൊ അതെന്തായിരിക്കും? C6H5OH. C6H6 എന്നാണ് ബെൻസീന്റെ ജനറൽ ഫോർമുല. അത് നിങ്ങൾ പഠിക്കാം. ഇനി C6H ആ ഒരു H ഒഴിവാക്കുമ്പോൾ H5 ആവൂലേ? അതിന്റെ ഒപ്പം COH വരുന്നെങ്കിൽ ബെൻസനോയിക് ആസിഡ് ആണ്. OH മാത്രം വരുന്നെങ്കിൽ അത് ഫീനോൾ ആണ്. അപ്പൊ ഇത് മൂന്നും വരക്കാൻ പഠിക്കുക. അതിന്റെ പേര് പഠിക്കുക. അതിന്റെ എന്ത് പഠിക്കണം? ഈ ഒരു കെമിക്കൽ ഫോർമുലയും പഠിക്കണം എന്താണെന്നുള്ളത്. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നാണ് ഇവരെ പറയുന്നത്. ബെൻസീൻ, ബെൻസനോയിക് ആസിഡ്, ഫീനോൾ എല്ലാം എന്താണ്? ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. അടുത്താണ് ഐസോമറിസം. അപ്പൊ ഐസോമറിസം എന്ന് വെച്ചാൽ എന്താണ്? കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഒരേ തന്മാത്ര സൂത്രമുള്ളത് എന്നാൽ വ്യത്യസ്ത രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും കാണിക്കുന്നവരാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഫിനോമിന അല്ലെങ്കിൽ അതിനെയാണ്, ആ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോമറിസം എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഏതെല്ലാം ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് ഉള്ളത്? ചെയിൻ ഐസോമറിസം ഉണ്ട്, അതുപോലെ പൊസിഷൻ ഐസോമറിസം ഉണ്ട്, ഫങ്ഷണൽ ഐസോമറിസം ഉണ്ട്, പിന്നെ മെറ്റാമറിസം ഉണ്ട് അല്ലെ? ഇനി എന്താണ് ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാല്? അത് നമുക്ക് നോക്കാം. ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, ഒരേ മോളിക്കുലർ ഫോമിലായിരിക്കും, പക്ഷെ എന്താണ് മാറ്റം വരുന്നത്? അവരുടെ അറേഞ്ച്മെന്റിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോ CH3 CH2 CH2 CH3 ഇതാണ് എന്ത്? ഇതിന്റെ പേരെന്താണ്? 4 കാർബൺ ആറ്റം വരുന്ന ബ്യൂട്ടൈൻ. ഇനി ഇതിന്റെ ഒരു ചെയിൻ ഐസോമറിസം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എന്ത് ചെയ്യാ? ഇതിപ്പോ നോക്കിയേ, C4 H എത്ര ഉണ്ട്? 3 5 H10 ഉണ്ട്. ഇതിന്റെ ഇതേ മോളിക്കുലർ ഫോർമുല തന്നെ വേണം, പക്ഷെ ഈ ഒരു അറേഞ്ച്മെന്റിൽ വ്യത്യാസം വരുത്തണം. അങ്ങനെയാണ് ചെയിൻ ഐസോമറിസം ചെയ്യുക. അപ്പോ എന്ത് എഴുതാൻ പറ്റും? CH3 CH CH3 ഈ ഒരു ഇതിന്റെ താഴെ എന്ത് എഴുതാ? ഒരു CH3 എഴുതാം. ഇപ്പൊ എന്തായി? സ്ട്രക്ചർ മാറിയില്ല. ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണുള്ളത്. ഇതെന്തായി? ഒരു ബ്രാഞ്ച് വന്നു.
പക്ഷെ നിങ്ങൾ ഇവിടെ മോളിക്കുലർ ഫോർമുല നോക്കിയേ, കാർബൺ എത്ര ഉണ്ട്? 1 2 3 4 4 കാർബൺ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ നോക്കിയേ 3 4 5 6 7 8 9 10. മോളിക്കുലർ ഫോർമുല മാറിയോ? മോളിക്കുലർ ഫോർമുല മാറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഒരു CH3 നെ താഴോട്ട് കൊണ്ടുവന്നു. അപ്പോ ഒരു CH3 ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇവിടെ ഒരു ബോണ്ട് വരുമ്പോ എന്താവും? 1 2 3 ബോണ്ട് ആകുമ്പോ അവിടെ ഒരു ഹൈഡ്രജൻ കുറയൂലേ? അപ്പൊ ഒരു ഹൈഡ്രജൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ഒരു ഹൈഡ്രജൻ കുറഞ്ഞു, ഇവിടെ CH3 ആവും. അപ്പൊ മോളിക്കുലർ ഫോർമുല തന്മാത്ര സൂത്രം എന്ന് പറയുന്ന രണ്ടിനും C4H10 C4H10 അങ്ങനെ വന്നു. പക്ഷെ അതിന്റെ അറേഞ്ച്മെന്റിൽ ഒരു വ്യത്യാസം വന്നു അല്ലേ? ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉള്ളത്, ഇവിടെ ഒരു ബ്രാഞ്ച് വന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ചെയിൻ ഐസോമർസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഐസോമറിസം ആണ് ഫങ്ഷണൽ പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം? അതിൽ സെയിം മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, തന്മാത്ര സൂത്രം സെയിം ആയിരിക്കും. പിന്നെ എന്തും കൂടി സെയിം ഉണ്ടാവും? ഫങ്ഷണൽ ഗ്രൂപ്പും സെയിം ആയിരിക്കും. ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും, പക്ഷെ എന്താണ് മാറ്റം വരുന്നത്? അവയുടെ പൊസിഷൻ ആണ് മാറ്റം വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. CH3 CH2 CH2 OH, പിന്നെ CH3 CH CH3. ഇവിടെ ഒരു OH വന്നു, ഇവിടെയാണ് ഒരു OH വരുന്നത്. അപ്പോ ഇവിടെ എന്താവും? ഇവിടെ പൊസിഷൻ 1 2 3. 1ലാണ് എന്തുള്ളത്? OH ഉള്ളത്. ഇവിടെ ആണെങ്കിലോ 1 2. 2ലാണ് OH ഉള്ളത്. അപ്പൊ ഇതിന്റെ പേരെങ്ങനെ വരും? പ്രൊപ്പൻ 1 ഓൾ എന്ന് വരും. ഇവിടെ എന്ത് വരും? 3 കാർബൺ ആറ്റാന്നുള്ളത് മെയിൻ ചെയിനില്, പ്രൊപ്പൻ 2 ഓൾ എന്ന് വരും അല്ലെ? പ്രൊപ്പൻ 2 ഓൾ എന്ന് വരും. അപ്പോ ഇവിടെ എന്താ മാറിയത്? ആദ്യത്തെ പൊസിഷൻ 1 ആയിരുന്നു, രണ്ടാമത്തെ പൊസിഷൻ 2 ആയി. പൊസിഷൻ ആണ് മാറിയത്. പക്ഷെ ഇവിടെ തന്മാത്ര സൂത്രത്തിന് മാറ്റം ഉണ്ടോ? മോളിക്കുലർ ഫോർമുല മാറിയിട്ടുണ്ടോ? കാർബൺ എത്രയുള്ളത്? C3 H 3 4 5 6 7 8 H8O. ഇവിടെ എന്താണ്? C3 H 3 4 5 6 7 8 H8O. മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്ര സൂത്രം സെയിം ആണ്, ഫങ്ഷണൽ ഗ്രൂപ്പും സെയിം ആണ്. എന്താണ് മാറ്റം വരുന്നത്? അവയുടെ പൊസിഷൻ ആണ് മാറുന്നത്. അത് മനസ്സിലാക്കാം. ഇത് രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾക്ക് അത് ഏത് ഐസോമറിസ് ആണ് കാണിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ അത് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫങ്ഷണൽ ഐസോമറിസത്തിന് എന്തായിരിക്കും പ്രശ്നം? ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയുമ്പോൾ അവിടെ എന്താ മാറുന്നത്? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഗിവൺ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്, സംയുക്തങ്ങൾ പരിഗണിക്കുക. ഇവിടെ എന്താണ്? ഐഡന്റിഫൈ ദ ഐസോമറിക് പെയർ. ഇവയിൽ ഐസോമർ ജോഡി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ എല്ലാം മോളിക്കുലർ ഫോർമുല എഴുതണം. അപ്പോ തന്മാത്ര സൂത്രം എഴുതണം. ഇവിടെ എത്ര ഉണ്ട്? കാർബൺ C2, ഹൈഡ്രജൻ എത്ര ഉണ്ട്? 3 1 H4O, C2 H4O. ഇതിന്റെ എന്ത് വരും? ഇതിന്റെ 1 2 3 കാർബൺ C3 H 3 4 5 6 7 H8O, C3 H8O. ഇതെന്ത് വരും? C3 എല്ലാം എണ്ണി നോക്കിയാൽ മതി എത്ര എണ്ണം ഉണ്ടെന്ന്. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? H6O2, 2 O ഉണ്ട്. ഇതെന്ത് വരും? C2 H8O. അപ്പോ ഇവിടെ C3H8O. ഇതും C3H8O, ഇതും C3H8O. രണ്ടിനും എന്ത് കിട്ടി? സെയിം മോളിക്കുലർ ഫോർമുല കിട്ടി. അപ്പൊ ഒരേ മോളിക്കുലർ ഫോർമുല, ഒരേ തന്മാത്ര സൂത്രം കിട്ടിയ അത് ഐസോമേഴ്സ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ രണ്ടാമത്തതും നാലാമത്തതും വിച്ച് ടൈപ്പ് ഓഫ്, ഇവയിൽ ഏതെല്ലാണ് ഐസോമർ ജോഡി എന്നല്ലേ ചോദിച്ചത്? രണ്ടാമത്തതും നാലാമത്തതുമാണ് എന്തെന്ന്? ഐസോമർ ജോഡി എന്ന് പറയുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദേ എക്സിബിറ്റ്? ഇതൊന്ന് മായ്ച്ചോട്ടെ. വിച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദേ എക്സിബിറ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇതും അല്ലേ നമ്മൾ ഐസോമേഴ്സ് വരുന്നത്? ഇവിടെ നോക്കിയേ, CH3 CH2 CH2 OH. ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ ഒരു O ഉണ്ട്. അപ്പൊ എന്തായിരിക്കും ഇവിടെ മാറ്റം ഉള്ളത്? നമ്മള് തന്മാത്ര സൂത്രം മോളിക്കുലർ ഫോർമുല നോക്കുമ്പോൾ സെയിം ആണ്. പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം വന്നത്? ഇപ്പോ ഇവിടെ OH ആണുള്ളത്, ഇവിടെ O ആണുള്ളത്. ഇത് ആൽക്കഹോൾ ഗ്രൂപ്പ് ആണ്. ഇതെന്താണ്? ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈതേഴ്സ് അല്ലേ? ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്. അപ്പൊ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വ്യത്യാസം വരുന്നത്.
അപ്പോ ഒരേ മോളിക്കുലാർ ഫോമിലെയും ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസം വന്നാൽ അത് എന്തായിരിക്കും? അത് ഏത് ഐസോമേഴ്സ് ആയിരിക്കും? ഫങ്ഷണൽ ഐസോമറിസം ആയിരിക്കും. രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഐസോമറിസം. ഇനി എക്സ്പ്ലെയിൻ ദിസ് ഐസോമറിസം. ഈ ഐസോമറിസം വിശദീകരിക്കും. എന്താണ് ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയുന്നത്? സെയിം മോളിക്കുലർ ഫോമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഒരേ തന്മാത്ര സൂത്രവും വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലേനെയാണ് എന്ത് പറയുന്നത്? ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയാതെ അങ്ങനെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ നമ്മള് മൂന്നാമത്തെ ആയിരുന്നു ഫങ്ഷണൽ ഐസോമറിസം. ഇനി ലാസ്റ്റ് വരുന്നതാണ് മെറ്റാമറിസം എന്ന് പറയുന്നത്. മെറ്റാമറിസം. മെറ്റാമറിസം എന്ന് വെച്ചാൽ എന്താണ്? നടുക്ക് O ഉണ്ടാവും. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാർബൺ ചെയിനിൽ വ്യത്യാസം വന്നാൽ അതിന് എന്ത് പറയാ? മെറ്റാമറിസം. നടുക്ക് O അല്ലെങ്കിൽ CO. ഒന്നുകിൽ ആൽക്കോക്സി ഗ്രൂപ്പായ O ആയിരിക്കും, അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പായ CO ആയിരിക്കും. മെറ്റാമറിസം കാണിക്കുന്ന രണ്ടാൾക്കാർ ഒന്നുകിൽ ആൽക്കോക്സി ഗ്രൂപ്പായ O ആണ്, അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പായ CO ആണ്. അപ്പൊ ഇത് നടുക്കുണ്ടാവും. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാർബൺ ചെയിനിൽ വ്യത്യാസം വന്നാൽ നമുക്ക് എന്ത് പറയാത്? മെറ്റാമറിസം ആണെന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കാം. CH3, CH2, O, CH2, CH3. ഇവിടെ CH3, O, CH2, CH2, CH3. ഇവിടെ നോക്കിയേ, 4 കാർബൺ ആറ്റം ഉണ്ട്, 3, 4, 5, 6, 7, 10 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. ഇവിടെയും 4 കാർബൺ ആറ്റം ഉണ്ട്, 10 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്. മോളിക്കുലർ ഫോമുല തന്മാത്ര സൂത്രം സെയിം ആണ്. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം ഉള്ളത്? ഇവിടെ 2 കാർബൺ ഉണ്ട് ഓന്റെ ഇപ്പുറത്ത്. ഇവിടെ എത്ര ഉണ്ട്? 2 കാർബൺ ഉണ്ട്. 2 കാർബൺ ആറ്റം ഉണ്ട്. ഇതില് എത്രയാന്നുള്ളത്? 1 കാർബൺ ആറ്റം, ഇതില് 3 കാർബൺ ആറ്റം. അപ്പൊ എന്ത് വന്നു? വ്യത്യാസം വന്നില്ലേ? ഓന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാർബൺ ആറ്റത്തിൽ വ്യത്യാസം വന്നാൽ അതിന് എന്ത് പറയാം? നമുക്ക് മെറ്റാമറിസം എന്ന് പറയാം. അപ്പൊ അത്രയാണ് മെറ്റാമറിസത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോമുല ഓഫ് ഇറ്റ്സ് മെറ്റാമർ. ഈ മെറ്റാമറിന്റെ സ്ട്രക്ചറൽ ഫോമുലയാണ് എഴുതാൻ പറയുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? എന്താണ് അതിന്റെ സ്ട്രക്ചറൽ ഫോമുല എന്ന് പറയുന്നത്? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ബോത്ത് കോമ്പൗണ്ട്സ്. ഇതിന്റെ വേറൊരു എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോ ഈ കാർബൺ ഓക്സിജന്റെ ഇപ്പുറത്ത് 2 കാർബൺ ഉണ്ട്, ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്. അത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി. അതിൽ വ്യത്യാസം വന്നാൽ അതിന്റെ മെറ്റാമർ ആയി. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്? CH3, O, ഈ CH2 അപ്പുറത്തേക്ക് ഇടാം. CH2, CH2, CH3. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോ ഈ ഓക്സിജന്റെ ഇപ്പുറത്ത് 1 കാർബൺ ആറ്റം, ഇവിടെ 3 കാർബൺ ആറ്റം. ആ ഒരു വ്യത്യാസം വന്നില്ലേ? ഇവിടെ 2, 2 ആണെന്നുള്ളത് ഇവിടെ 1, 3 ആയി. ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാർബൺ ചെയിനിൽ വ്യത്യാസം വന്നാൽ നമുക്ക് അതിന്റെ മെറ്റാമർ എഴുതാം. അങ്ങനെയാണ് മെറ്റാമർ. ആ ഒരു കോമ്പൗണ്ട് തന്നാൽ അതിന്റെ മെറ്റാമർ എഴുതുന്നത് ഇങ്ങനെയാണ്. അതിൽ മാറ്റം വരുത്തിയാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ടായിരുന്നു. ആ ഒരു കാർബൺ കോമ്പൗണ്ട് ഒരു CH2 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇവിടെ 1 ഇവിടെ 3 അതിൽ വ്യത്യാസം വന്നാൽ മതി. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. വേണമെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, എന്നിട്ട് ഈ O ഇപ്പുറത്ത് എഴുതാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. പക്ഷെ എന്ത് മാറാൻ പാടില്ല? അതിന്റെ മോളിക്കുലർ ഫോമുല തന്മാത്ര സൂത്രം മാറാൻ പാടില്ല. അങ്ങനെയാണ് അത് ചെയ്യാം. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? CH3, O, CH2, CH2, CH3. ഇനി ഇതിന്റെ രണ്ടിന്റെ IUPAC നെയിമാണ് എഴുതാൻ പറയുന്നത്. ഇതെന്താണ്? ചെറിയ കാർബൺ ചെയിൻ വരുന്നത് ഓക്സിയും വലുത് എയിനും. ഇവിടെ രണ്ടും സെയിം തന്നെയല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്തെഴുതാം? ഈത്തോക്സി, ഈത്തോക്സി, ഈതെയിൻ എഴുതാം. മലയാളത്തില് ഈത്തോക്സി, ഈഥെയിൻ, ഈത്തോക്സി, ഈഥെയിൻ എഴുതാം. ഇതെങ്ങനെ എഴുതാം? ഇതില് മീത്തോക്സി, മീത്തോക്സി, പ്രൊപ്പെയിൻ എഴുതാം. ഇതില് ചെറിയ കാർബൺ ആറ്റം വരുന്ന CH3 അല്ലേ? ഇതാണ് വലിയ കാർബൺ ആറ്റം. അപ്പൊ എന്ത് ചെയ്യാം? മീത്തോക്സി, പ്രൊപ്പെയിൻ എഴുതാം. ചെറിയ കാർബൺ ആറ്റം വരുന്നത് ഓക്സിൻ, നീളം കൂടിയ കാർബൺ ആറ്റം ആ ഒരു കോമ്പൗണ്ടിന് എയിൻ വെച്ചിട്ടാണ് എഴുതല്. അപ്പൊ ഇതാണ് ഇവിടെ ഒരു കാർബൺ ആറ്റം ഇല്ലല്ലോ, ഇതല്ലേ ചെറുത്. അപ്പൊ മീത്തോക്സി,
ഇവിടെ 3 കാർബൺ ആറ്റം വരുന്ന കോമ്പൗണ്ട് ആണ് ഉള്ളത്. അപ്പൊ 3 വരുമ്പോ അത് പ്രൊപ്പൈൻ അല്ലേ വരിക. അപ്പൊ മീത്തോക്സി പ്രൊപ്പൈൻ അങ്ങനെയാണ് ഇത് എഴുതുന്നത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഡൗട്ട് വരുമ്പോ ഇത് നോക്കാം. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ മറ്റു ചാപ്റ്ററുമായിട്ട് കാണാം.